യോഗ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് മസിൽസിനെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ആസനങ്ങളിലോട്ട് പോകും. കാരണം ഒന്ന് കമിഴ്ന്ന് കിടന്നു. ഇപ്പം നമ്മൾ ബാക്കിനും ഷോൾഡറിനും കൂടിയിട്ടുള്ളൊരു ആസനമാണ് ചെയ്യാൻ പോണത്. ഇതിന് പറയുന്നത് ഭുജംഗാസനം എന്നാണ്. ഭുജംഗാസനം, കോബ്ര പൊസിഷൻ. നിങ്ങൾ എപ്പോഴും വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഷോൾഡറിന് സമമായിരിക്കണം. രണ്ട് കൈകളും ചേർത്ത് ഇങ്ങോട്ട് ചേർത്ത് വയ്ക്കുക. ഓക്കെ, ശ്വാസം എടുക്കണം, മേലോട്ട് വരിക. ശ്വാസം വിട്ട് റിലാക്സ് ചെയ്ത് 1 2 3 4 എക്സീൽ. ഇത് നമ്മുടെ രണ്ട് തോളുകളുടെ മസിൽസുകളെ റിലാക്സ് ചെയ്യും, സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. എക്സീൽ ചെയ്തുകൊണ്ട് താഴോട്ട് പോവാം, സാവധാനം. യെസ്, നിങ്ങൾക്ക് കൈ കൊണ്ടാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ കയ്യിലോട്ടുള്ള രക്തോട്ടം കൂട്ടാനായിട്ട് ഇത് സഹായിക്കും. പതിയെ റിലാക്സ് ചെയ്യുക. ഒന്ന് കൈ രണ്ടും നെറ്റിയുടെ താഴെ വെച്ച് റിലാക്സ് ചെയ്യുക. കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഒരു പൊസിഷനാണ് അല്ലേ. ഏറ്റവും കൂടുതൽ നെക്കിന് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്, കൈക്ക് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഷോൾഡർ, ഫ്രോസൺ ആയിട്ടുള്ള ഷോൾഡറിനൊന്ന് ഫ്ലെക്സിബിൾ ആക്കാനുള്ളൊരു ആസനമാണ് ഗോമുഖാസനം എന്ന് പറയും. ഗോമുഖാസനം അതെങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ഇടത് കൈ പുറകിലോട്ട് കൊണ്ടുവരിക, ഇങ്ങനെ മടക്കി. വലത് കൈ സാവധാനം പുറകിലൂടെ കൊണ്ടുവന്ന് ഈ രണ്ട് കൈയും നമ്മൾ പതിയെ യോജിപ്പിക്കാൻ, തിരിച്ച് ഇങ്ങനെ വെച്ച് ഇൻ്റർലോക്ക് ചെയ്യുന്നു. വെരി ഗുഡ്. ഹോൾഡ് ചെയ്ത് നമ്മൾ ഒരു 3-4 റൗണ്ട് ബ്രീത്ത് എടുക്കുന്നു. നന്നായിട്ട് ശ്വാസം എടുത്തേ. ഈ കൈ തിരിച്ച് ഇത് മുകളിൽ വരട്ടെ. വെരി ഗുഡ്. പതിയെ എത്തിക്കാൻ ശ്രമിച്ചു. എന്നാലും നമുക്കിത് ഡെയിലി ചെയ്തു വരുമ്പോൾ അത് പതിയെ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് എത്തും. ഓക്കെ, അപ്പോൾ ആ ടാർഗറ്റ് പിടിക്കുക, നമ്മൾ എത്തിക്കാനുള്ള ഒരു ശ്രമം കേട്ടോ. രണ്ട് ഭാഗത്ത് മാറി മാറി ചെയ്യുന്നു. ഓക്കെ ഓക്കെ. ഒന്ന് ഷോൾഡർ ഒന്ന് റൊട്ടേറ്റ് ചെയ്തേ. അപ്പം എന്ത് തോന്നുന്നു? നല്ല ഫ്രീ ഉണ്ടോ? എഴുന്നേറ്റോ? താങ്ക് യു സോ മച്ച്. നന്നായിട്ട് ഇരിക്കട്ടെ.